യോമാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നേ ഞാനിവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അത് എന്നെ കാണാൻ കാരണം വന്നില്ല. യോമാനാ പല്ലേക്ക് പല്ലേക്ക് കഞ്ഞി കുടിക്കണ്ടേ? മഴ തണുപ്പൊക്കെ ആയിട്ട് അമ്മ പതുക്കെ ഏറ്റു വരുന്ന ഭാഗമാണ്. പല്ല് തേക്കാനായിട്ട് പൊടി കൊടുത്തു. പിന്നെ എവിടെ ഉണ്ടായിരുന്നു? എവിടെ പോവാനാ? തേച്ചിട്ട് ഇതിലേക്ക് കൂടെ പോയി പശുവിനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് കഴുകുന്നില്ലേ? കഴുക പോയി. പല്ല് തേച്ച് കഴിഞ്ഞോ? പല്ല് തേച്ച് കഴിഞ്ഞോ? തേച്ച് കഴിഞ്ഞെങ്കിൽ കഴുകാൻ മേലായിരുന്നോ? ആ പല്ല് തേച്ചോന്ന്. പല്ല് തേച്ച് കഴിഞ്ഞോ? പല്ല് തേച്ച് കഴിഞ്ഞോന്ന്. എന്നാ കഴുക പോയി. കഴുകാനേ കഴുകുന്നില്ലേ? രാവിലെ ഇന്നലെ മഴയായിരുന്നുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇതിലാന്ന് തോന്നുന്നു. കഴുക പോയി. ആരും വന്നില്ല. ഞാനങ്ങ് പറഞ്ഞല്ലേ പല്ല് കഴുകണ്ടേ? കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി കുടിക്കണ്ടേ? ആ പല്ല് വെച്ച് കഴുകണ്ടേ? പോയി കഴുകിയിട്ട് വാ. വായും കൈയും കഴുകിയിട്ട് വാ. ചുരുട്ടി പിടിച്ചിട്ടുണ്ട് കയ്യിൽ. ഇപ്പം അതിന് ഒരു ജ്വരം ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് ഈയിടെയായിട്ട്. ഒന്ന് രണ്ട് ദിവസമായിട്ട് ചില മാറ്റങ്ങളുണ്ട്. പാത്രം കഴുകുന്ന കാര്യത്തിലൊക്കെ ചെറിയ മാറ്റമുണ്ട്. ഇനിയിപ്പം പോയി കഴുകിയിട്ട് വാ. എന്നും രാവിലെ എണീറ്റ് അമ്മ ജനലങ്ക കൂടെ ഒക്കെ നോക്കി നിൽക്കുന്നതായിരുന്നു. ഇപ്പം ഇന്നത്തെ കാലാവസ്ഥയുടെ വിഷയം കൊണ്ടാണോ എന്നറിയത്തില്ല. ഇന്ന് ഇടയ്ക്കായിട്ട് വന്നായിരുന്നു രാവിലെ. കഴിഞ്ഞ് പിന്നെ പോയി കിടന്നതാണ്. ഇപ്പം ഈ സമയത്ത് കിടന്നാൽ നല്ല ഉറക്കമുണ്ടല്ലോ രാവിലെ. ഇപ്പോൾ സമയം 9 മണിയാകുന്നു. പല്ല് തേച്ച് മുഖം കഴുകാനായിട്ട് പോകണം. പല്ല് തേച്ച് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് കഞ്ഞിയാണ്. അപ്പം ഉപ്പൊഴിച്ച് അമ്മയ്ക്ക് കഞ്ഞിയുടെ കൂടെ ഏറ്റവും ഇഷ്ടം മോരാണ്. മോര് കൂടെ ഉണ്ട്. മോര് കുറച്ച് വെച്ചു. മോര് പുളിശ്ശേരി അങ്ങനെ പുളിയുള്ള സാധനങ്ങളാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. രോമുള്ള സ്ഥലത്തില്ല. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല. ഏതൊക്കെ ഞാൻ കറി എടുത്ത് നോക്കാം. അപ്പോൾ ബീട്രൂട്ട് തോരനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് തോരൻ കുറച്ച് നമുക്ക് കറിയൊന്നും അധികം കൂട്ടത്തില്ല കേട്ടോ. മീൻ അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് കൈകൊണ്ട് എടുക്കത്തുള്ളൂ. നമുക്ക് ഒത്തിരി വലിയ കഷ്ണം കൊടുത്തിട്ടും കാര്യമില്ല. വേണമെങ്കിൽ പിന്നെ രണ്ടാമത് കൊടുക്കാം. അതുകൊണ്ട് ചെറിയൊരു കഷ്ണമാണ് മീനെടുത്ത്. കഴുക്കൊക്കെ കഴിഞ്ഞ് അമ്മ വീണ്ടും ജനലിങ്കലോട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ഥിരം പോയിൻ്റാണ്. ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക, വഴിയെ വരുന്നവരെയൊക്കെ നോക്കുക എന്നുള്ളൊരു നിങ്ങൾ സ്ഥിരം കാണുന്നതാണല്ലോ. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയണ്ട. ഡേ ഓഫ് ലൈഫ് അത് പറയുമ്പോൾ അത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കുള്ള കഞ്ഞി കറി കൊണ്ട് വെച്ചിട്ടുണ്ട്. ബാ വന്ന് കഴിച്ചോ. ബാ കഴിച്ചോ. എടുത്തു വെച്ചത് ഞാനാണ് എടുത്തു വെച്ചത്. അതിനാ ആര് വന്നിട്ട് ആര് വന്നിട്ട് ആരാ നീ? പെൺപിള്ളേരൊക്കെ ഇപ്പോൾ ഒരു താമസമുണ്ട്. പെൺപിള്ളേർ താമസിച്ചേ വരുള്ളൂ. അവരൊക്കെ പള്ളിയിൽ പോയേക്കുവാ. പള്ളിയിൽ പോയാൽ താമസിച്ചേ വരുള്ളൂ. പള്ളിയിൽ പോയേക്കോ താമസിച്ചേ വരുള്ളൂ. അന്നത്തിന് അമ്മയ്ക്ക് വിശക്കിയില്ല. അമ്മ കഴിക്കേ. മരുന്ന് കഴിക്കാനുള്ളല്ലേ? മരുന്ന് കഴിക്കാനുള്ള കഴിക്കേ. പിന്നെ അതിനെടുക്കുന്നേ? അതിനാ വേണ്ടാത്തേ? ഈ വർത്തമാനം മിക്കവാറും ഉള്ളതാണേ. അത് വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയല്ലോ. കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. എൻ്റെ ഒച്ചടപ്പ് മാറിയിട്ടില്ല. വീട്ടിൽ ചെന്നിട്ടോ?
വേറെ വീടൊന്നുമില്ല, ഇതേ വീടുള്ളൂ. വേറെ എല്ലാവരും പോകും. എവിടെയൊക്കെ ആളുണ്ട്. ഞാൻ ഇത്ര മുഴുപ്പ് ചെയ്തപ്പോണ്ട്. പിന്നെ വിവാൻ അവിടെ ഇരുന്നേണ്ട പഠിക്കുന്നുണ്ട്. മൊബൈലിൽ കുത്തുവോ പഠിക്കുവോ ഏതാണ്ടൊക്കെയാണ്. ആളുണ്ടോ അവിടെ? ആ, കൊച്ചു കിടപ്പുണ്ടോ? എൻ്റെ ഒച്ചടപ്പം കുറഞ്ഞ് വരുന്നേ ഉള്ളൂ, മാറിയിട്ടില്ല ശരിക്കും. ഇന്നാളത്തെ ചാണാൻ ചോപ്പടും അതും ഇതും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേനുള്ള പ്രശ്നമാണ്. ഇവിടുത്തെ പെണ്ണുങ്ങളെ പറഞ്ഞ് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ്. ഇവിടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞ് എടുത്ത് കൊടുക്കണമെന്ന്. ആ, പെൺപിള്ളേർ പറഞ്ഞ് കഞ്ഞി എടുത്ത് കൊടുത്തേക്കണമെന്ന്. എലിക്കുട്ടിക്ക് കഞ്ഞി എടുത്ത് കൊടുത്തേക്കണമെന്ന് പറഞ്ഞ്. വരുമ്പം കൊടുക്കാനല്ല, എലിക്കുട്ടിക്ക് കഴിക്കാനാ. അത് എലിക്കുട്ടി കഴിക്കാനുള്ളത് ഇങ്ങനെ മാറ്റി വെക്കണേ. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാലൊന്നും പറ്റത്തില്ല, കഴിക്കേ. ആവശ്യമില്ലാതെ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അത് പെൺപിള്ളേരുണ്ട്, അവർ ആവശ്യപ്പെടുന്ന സമയത്ത് എടുത്തോളൂ. പെൺപിള്ളേർ ഇവിടെ വേണ്ടേ? പെൺപിള്ളേരിലേക്ക് തന്നെ ചെയ്യും. ആണുങ്ങൾ എടുത്താൽ ഒന്നും ശരിയായി. ആണുങ്ങൾ എടുത്താൽ ശരിയായില്ലേ? പത്രം നേരം പട്ടിണി കിടക്കണോ? ഞാൻ വെച്ച് മൂടിയേക്കാം. മൂടിയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ നിന്ന് കഴിക്കേ. എനിക്ക് വേണ്ട. പിന്നെ കുടിച്ചാൽ സുഖമില്ല. അങ്ങനെ സുഖമില്ലാത്ത സുഖക്കുറവൊന്നുമില്ല, ഇരുന്ന് കഴിക്കേ. അവിടെ പള്ളിയിൽ പോകണം. ആ, അവരൊക്കെ പള്ളിയിൽ പോകണവരാ. ഇത് കഴിക്കേ, അതൊന്നും എടുത്തോണ്ട് പോകണ്ട. അവിടെ വെച്ച് കൈ കഴുകിയിട്ട് വാ. കൈ കഴുകിയിട്ട് വാ. കൈ കഴുകിയിട്ട് വരാനേ. കൈ കഴുകിയിട്ട് വരാൻ. ഇത് കഴിക്കണ്ടേ? എന്നിട്ട് പോകാനുള്ള മരുന്ന് കഴിച്ചിട്ട് പോകണം. ആൾക്കാർ വന്നിട്ടോ? ഒത്തിരി ആൾക്കാർ വരുമ്പോൾ കഴിക്കാൻ മടിയല്ലേ, പിന്നെ എങ്ങനെയാ? വലിയവരും പിള്ളേരൊന്നും ഇനി വരാനൊന്നുമില്ല. ഇനിയേ ചെറിയ വേറെ പിള്ളേരൊന്നും വരാനില്ല. എന്ന് ആൾക്കാർ വരുമ്പോൾ ഒന്നുമല്ല കഴിക്കുന്നത്. ആൾക്കാരുള്ളപ്പോൾ കഴിക്കാൻ മടിയാണല്ലോ, പിന്നെ എങ്ങനെയാ? അവിടെ നിന്ന് മഴയുണ്ടോ? മാന്നുണ്ടോ? വന്ന് കഴിക്കുക. അത് പട്ടിക്ക് കൊടുക്കാൻ പറ്റണം. ബാ, കഞ്ഞി കുടി. അങ്ങ് കഞ്ഞി കുടിക്കാനേ. വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ കഴിക്കുന്നേ? രാത്രി ഉറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് പകലാ കഴിക്കുന്നത്, രാവിലെയല്ലേ കഴിക്കുന്നത്. ആവശ്യമില്ലാത്തൊന്നും ചെയ്യാതെ സ്ഥിരം ചെയ്തോണ്ടിരിക്കണ മാത്രം ചെയ്താൽ മതിയോ? സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജല തുറക്കണ്ടേ? പിന്നെ നേരം വെളുത്തില്ലേ? അതിനകത്തിനാ മുടി കെട്ടി വെക്കണേ? അതിനാ? ബാ വന്ന് കഴിക്കേ. അത് കഴിച്ചിട്ട് പോകാനുള്ള, പള്ളിയിൽ പോകാനുള്ള. ബാ. ആ വീട്ടിലൊക്കെ ആളുണ്ട്. ആ വീട്ടിലുള്ളവർ പിന്നെ അവിടെ പോകാനാ? അവർ കൂട്ടിയിട്ടൊന്നുമില്ല. അവരുടെ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. അവർക്ക് ജോലിക്ക് പോകണ്ടേ? ബാ. ഏത് പിള്ളേർ? പിള്ളേരുമില്ല, വലിയവരുമില്ല, ഒറ്റ ആൾക്കാർ. വലിയവരല്ലേ നിൽക്കുന്നേ? അതൊക്കെ അടിച്ചു കൂട്ടിയിട്ട് അവർ കഥയൊന്നും അടച്ചിട്ടില്ല. അവർ കഥയൊക്കെ തുറന്ന് കിടക്കുന്നത്. നേരം വെളുത്ത് വന്നാലേ ഉള്ളൂ. ആര്? ആരാ? ഇവിടെ ഉള്ളൊരു പള്ളിയിൽ പോയാന്നേ. അവരവിടെ ജോലിക്ക് പോകാൻ റെഡിയാവുക. വാ, എന്നെക്കൊണ്ട് ഒത്തിരി പറയിക്കാതെ, എനിക്ക് വയ്യ. ബാ ഒന്ന് കഞ്ഞി കുടിക്കും. എന്നിട്ട് നമുക്ക് പോവാം, പള്ളിയിൽ പോവാം. ബാ, പള്ളിയിൽ പോരുന്നുണ്ടോ? പള്ളിയിൽ പോരുന്നുണ്ടോ? നിങ്ങളൊക്കെ പോയി കിടക്കാനായാലും കിടക്ക്, കഞ്ഞി കുടിക്കാനായാലും കഞ്ഞി എടുത്ത് കുടിച്ചേച്ച് പോവും. കഞ്ഞി ഞങ്ങൾ കുടിച്ചതാ. മനുഷ്യരെടുത്ത് ഞങ്ങൾ കുടിച്ചതാ, എലിക്കുട്ടിയെ കുടിക്കാതെ.
അത് കഴിക്കിട്ട് വാ. നിങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് എല്ലാവരും പോയത്. അതേന്ന് ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതല്ലേ? ഏ ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതല്ലേ? പിന്നെ അതേന്നേ അല്ലപ്പോൾ ഞങ്ങൾ എടുത്ത് വെക്കുമോ? ഞങ്ങൾക്ക് എന്നാ വട്ടണ്ട എടുത്ത് നോക്കാനായിട്ട്? പോയി കഴിക്കിട്ട് വാ. അല്ല ഞങ്ങളെ വഴക്ക് പറയും വരുമ്പോൾ. നെയ്യ കഞ്ഞി കുടിക്കാറ് ഞാൻ കഞ്ഞി കുടിച്ചായിരുന്നു. കുടിച്ചോ? ആ ഞങ്ങളെ വഴക്ക് പറയാലേ? എന്താ വണ്ടി പോകണം? വണ്ടി കഴിഞ്ഞാൽ പൊക്കോട്ടെ. കഴിക്കിട്ട് വാ. അല്ല ഞങ്ങളെ വഴക്ക് പറയും, ഞങ്ങളോട് വഴക്കുണ്ടാക്കും. എലിക്കുട്ടിക്ക് എന്നാ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. കൊടുക്കാൻ ഞാൻ ചോദിച്ചു. വരുമോ? ആ ഇങ്ങോട്ട് വരും. അതിന് വേണ്ടി അതിന് മുമ്പ് കഴിച്ചോ. ഇപ്പം വരും. ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരും. കഴിച്ചിട്ട് വേണം പള്ളിയിൽ പോകാനായിട്ട്. വാ. കഞ്ഞിയൊന്നും വേണ്ട. പിന്നെ എന്നാ കഴിക്കണേ? സമയം ഒരുപാടായി. സമയമൊന്നും ആയില്ല, 9 മണി കഴിഞ്ഞേ ഉള്ളൂ. കഴിക്കേ. കുടിച്ചാൽ ആ വയറ്റിലപ്പടി അസ്വസ്ഥം. കഞ്ഞി കുടിച്ചാലോ? അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കഞ്ഞിയാണല്ലോ. കൊണ്ട വെച്ച് മൂടേക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കഞ്ഞിയാണ്. എന്നിട്ട് പറയാ ഉപ്പൊക്കെ ഉണ്ടോ? ഇളക്കിയാൽ മതി. ഉപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി നോക്കിയേ. കഞ്ഞി ഇളക്കി നോക്കിയാലല്ലേ ഉപ്പുണ്ടോന്ന് അറിയത്തുള്ളൂ. ഉപ്പൊന്നുമില്ല. ഉപ്പുണ്ടെന്നേ ഇളക്കി നോക്ക്. ഞാനല്ലേ ഒഴിച്ചേ? എനിക്കറിയാം. ഒക്കെ ഉണ്ട്. ഇളക്കി നോക്കേ. ഇരുന്ന് കഴിക്കേ. കറിയില്ലേ? കഴിക്കുക. ഇളക്ക്. എന്നിട്ട് ഉപ്പ് വേണേൽ കൊണ്ടുത്തരാം. പിന്നെ ഉപ്പധികം കൂട്ടത്തില്ലല്ലോ. നാളെ കഴിക്കുള്ളൂ. ഏയ് അത് കഴിക്കേ. വരുന്നവർക്ക് അമ്മയ്ക്ക് എടുത്ത് വെച്ചേക്കണം. വരുന്നവർക്ക് കൊടുക്കാൻ പറ്റുമോ? അമ്മമാരൊക്കെ വരും, അവർക്ക് കൊടുത്തേ. അമ്മമാർ വരുന്നവർക്കല്ല, പേലിക്കുട്ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ഓട്ടോറിക്ഷക്കാരോട്. അമ്മ വരുമ്പോൾ വഴക്ക് പറയും. എലിക്കുട്ടി കഴിച്ചില്ലേന്ന് ചോദിച്ചു. ഞങ്ങളോട് വഴക്ക് പറയാല്ലേ? എനിക്ക് ഭയങ്കര അസ്വസ്ഥയാണ്. ഈ സമയത്തോ? അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് വേണ്ടതായി. പിന്നെ ഏത് സമയത്താണ് കഴിക്കണേ? നിങ്ങൾക്കൊക്കെ വല്ലവർക്കും മേലെ എടുത്ത് കഴിച്ചോ, അല്ലെങ്കിൽ എടുത്ത് മൂടി പോയി. ഞങ്ങൾ കഴിച്ചതാന്ന്. എനിക്ക് വേണ്ട. ഞങ്ങൾ കഴിച്ചതാ. അപ്പം അമ്മ വരുമ്പോൾ എന്നാ പറയണേ? കഴിച്ചില്ലെടുത്ത് വെച്ച് മൂടിയാൽ അവർ വരുമ്പോഴത്ത് കഴിച്ചോ. ആര് വരുമ്പോൾ? ഇങ്ങോട്ട് വരാനുള്ളൂ. ഇങ്ങോട്ട് ആരും വരാനില്ലെന്നേ. ആളൊക്കെ ഉണ്ടോ? പെണ്ണുങ്ങളൊന്നും ഇല്ല ഇവിടെ. എലിക്കുട്ടിയോട് കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എന്നാ വേണ്ട. ബാ വന്ന് കഴിക്ക്. ബാ. ഇത് പോകാനുള്ളതാണ്. വീട്ടിൽ പോകണ്ടേ? വീട്ടിലോ? ആ വീട്ടിലൊക്കെ പോക്കോളാം. ആ വീട്ടിൽ പോകണമെങ്കിൽ കഴിക്കണ്ടേ? നേരം വെളുത്തിട്ട് പോയാൽ മതി. നേരമൊക്കെ വെളുത്ത് വന്നേ ഉള്ളൂ. ബാ. വീട്ടിലോട്ട് പോണ കാര്യത്തിൽ വലിയ പാടൊന്നും. ഇത് ഭക്ഷണം കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ. അവിടെ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല. അമ്മ പറഞ്ഞേക്കണേ ഭക്ഷണമൊന്നുമില്ല. അങ്ങനെ എല്ലാണെന്നാണ് പറഞ്ഞേക്കണേ. ഭക്ഷണം കഴിച്ചിട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞേക്കണേ. ഏറ്റു വാ. ഏറ്റു വന്ന് ഇത് കഴിക്ക്. വന്ന് കഴിക്കാനേ. ആ എന്നാ അസ്വസ്ഥത? ഒരു അസ്വസ്ഥതയില്ലേ? വാ മേലെ കഴിക്കാൻ. മേലെ കഴിക്കണ സമയമൊന്നും കഴിഞ്ഞില്ല. ബാ. നേരം നേരം വെളുത്ത് 9 മണി ആയതേ ഉള്ളൂ. ഞാൻ അന്നാലെ കഴിക്കണം. വെള്ളമൊക്കെ എടുത്ത് വെച്ച് മൂടും. നേരം വെളുത്ത് 9 മണി ആയതേ ഉള്ളൂ. ബാ. കാരണന്മാർ വരുമ്പോ അവർക്ക് കൊടുക്കും. കാരണന്മാർ വരുമ്പോൾ വഴക്ക് പറയുന്നേ അതല്ലേ അമ്മേ? ബാ. കാരണന്മാർ വരുമ്പോൾ വഴക്ക് പറയാ. ബാ വന്ന് കഴിക്ക്. വഴക്ക് പറയുന്നേ. വഴക്ക് പറയും. വഴക്ക് കഴിച്ചില്ലെന്നും പറഞ്ഞ്. ആ ബാ വന്ന് കഴിക്ക്. ബാ. വാ. ഒരു വീട്ടിൽ പോകണ്ടേ? വാ. കഞ്ഞി ഭക്ഷണം കഴിച്ചില്ലെന്നും പറഞ്ഞ്. കഞ്ഞി കൊടുത്തില്ലെന്നും പറഞ്ഞ്. ഈ കുട്ടി പറയാലേ എനിക്ക് തന്നില്ലെന്ന് പറയാലേ. എനിക്കൊന്നും തന്നില്ലെന്ന് പറയാലേ അവർ വരുമ്പോ. ബാ വന്ന് കഴിക്ക്. ഒരു വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? വാ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിക്കണം. വീട്ടിലൊന്നും ഇല്ലെന്ന്.
വീട്ടിലൊന്നും ഇല്ലെന്ന്. വീട്ടിൽ ഒന്നുമില്ലെന്നാ പറഞ്ഞേ. ഇല്ലേ? ആ വരികയല്ലേ? അവരെല്ലാം ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, പള്ളിയിൽ പോയിരിക്കുമോ. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടുന്ന് കഴിച്ചിട്ട് ചെല്ലണമെന്നാ പറഞ്ഞേ. ഇവിടുന്ന് കഴിച്ചിട്ട് ചെല്ലണമെന്നാ പറഞ്ഞേ. പോയതാണ്. ഇവിടുന്ന് കഴിച്ചിട്ടേ ചെല്ലാവുള്ളെന്ന്, വീട്ടിലോട്ട് പോയതോ? പോകാവുള്ളെന്ന്. ആര്? എലിക്കുട്ടിയോട്. ഞാനൊന്നും കഴിക്കണേ. വാ, ഏറ്റു വാ. ഞാനിപ്പം കിടക്കാൻ പോവാം. ഇപ്പം എന്തിനാ ഇനി കിടക്കുന്നേ? പേറ്റൊന്ന് പല്ല് തേച്ചല്ലേ ഉള്ളൂ. അത് മതി. ബാബാ, ഏറ്റു വാ. ആരും വരാനില്ലെങ്കിൽ വരാനുണ്ടെങ്കിൽ അവരുടെ കൂടെ ഞാൻ വീട്ടിലേക്ക് വരാനുണ്ടെങ്കിലോ? എല്ലാവരും വരുവാണ്. ഇവിടുന്ന് ആരും വരാനില്ല. ബാ. ഇപ്പം വരാത്തതുകൊണ്ട് നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. ജോമോള് വരാതെ കഴിക്കുമെന്ന് തോന്നണില്ല ലക്ഷണം കണ്ടിട്ട്. ഇപ്പം മോർണിംഗ് ഫെയിലിക്കുട്ടി എന്നും പറഞ്ഞൊരു വീഡിയോ ആയിരിക്കും ഇത്. അമ്മ പശുവിനെയൊക്കെ എടുത്ത് നോക്കി. എനിക്ക് പശുവിനെ ഇറക്കി കിട്ടാനുള്ള വന്ന് കഴിക്കേ. ഇനി ബാ, എനിക്കേ പശുവിനെ ഇറക്കി കിട്ടാനുള്ള. ബാ പശുവിനെ ഇറക്കി എടുത്ത് കഴിക്കേ. ബാ, ഇത് എടുത്തു വെച്ചിരിക്കുന്നു. ബാ. ആ, അതിനാ വേണ്ടാത്തന്നെ എന്നും കഴിക്കുന്നതല്ലേ ഈ സമയത്ത്? അതിനെ കഴിക്കാൻ പറ്റാത്തെ? എന്നും ഈ സമയത്ത് കഴിക്കുന്നതല്ലേ? എടുത്ത് കഴിക്കേ. അമ്മ എടുത്ത് വെച്ചിട്ട് പോയതാ. അമ്മ എടുത്ത് വെച്ചിട്ട് പോയതാന്നേ. അമ്മ. ആ, എലിക്കുട്ടിക്ക് കൊടുത്തേക്കണം പറഞ്ഞേ. അമ്മ പോയിട്ട് ഒരു 15 മിനിറ്റ് 10-20 മിനിറ്റ് ആയിരുന്നു. എടുത്ത് വെച്ച് ഉടനെ പോയതാ. അമ്മ കഞ്ഞി കുടിച്ചിട്ടാ പോയെ. ആ, എലിക്കുട്ടിക്ക് കൊടുത്തേക്കണം പറഞ്ഞ് എടുത്തു വെച്ചിട്ട് പോയതാ. ഒന്ന് കഴുകിയിട്ട് വാ. പോയി കഴുകിയിട്ട് വാ. അമ്മ വരുമ്പോൾ വഴക്ക് പറയും ഞങ്ങളെ. അമ്മ വരുമ്പോൾ ഞങ്ങളെ വഴക്ക് പറയുന്നേ. ആ, വന്ന് കഴിക്ക് വാ. വഴക്ക് ഞങ്ങൾ വെറുതെ അമ്മയുടെ വഴക്ക് കേൾക്കണ്ടേ? എലിക്കുട്ടിക്ക് കഞ്ഞി കൊടുത്തില്ലെന്നും പറഞ്ഞ് വഴക്ക് കേൾക്കണോ? ഞങ്ങൾ വെറുതെ വഴക്ക് കേൾക്കണോ? കഴിക്കിട്ട് വന്ന് കഴിക്ക്. വാ. ഒന്ന് കഴിക്ക് വാ. കൈ കഴുകിയിട്ട് വരാനേ. വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റിയില്ല. ഛർദിക്കോ? എന്നീ സമയത്ത് കഞ്ഞി കുടിച്ച് ഛർദിക്കാറുണ്ടോ? ഈ അമ്മ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനെടുത്തതല്ല. അമ്മ എടുത്ത് വെച്ചിരിക്കുന്ന എലിക്കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞ്. അമ്മ എടുത്ത് വെച്ചിരിക്കുന്ന എലിക്കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞ്. എടുത്ത് വെച്ചിരിക്കുന്നതാന്നേ. ആ, പള്ളിയിൽ പോയതാ. അമ്മയ്ക്ക് കുടിക്കാനല്ല, എലിക്കുട്ടിക്ക് കുടിക്കാൻ വേണ്ടിയാ. എലിക്കുട്ടിക്കേ. എന്നാ അമ്മ വഴക്ക് പറയല്ലേ വരുമ്പം? അമ്മ വരുമ്പോൾ ഞങ്ങളെ വഴക്ക് പറയുന്നേ. അമ്മ വരുമ്പോൾ ഞങ്ങളെ വഴക്ക് പറയും. ആ, ഞങ്ങളെന്തിനാ വെറുതെ വഴക്ക് കേൾക്കുന്നേ? ആ, പോകുന്നവരതിലെ പോക്കട്ടെ. വന്ന് കഞ്ഞി കുടിക്കും. വാ. പോകുന്നവരതിലെ പോട്ടെ. അമ്മ വന്ന് ഞങ്ങളെ വഴക്ക് പറയാലേ, ഞങ്ങളെ തല്ലിയല്ലേ. എലിക്കുട്ടി കഞ്ഞി കുടിച്ചില്ലെന്നും പറഞ്ഞ്. എലിക്കുട്ടി കഞ്ഞി കൊടുത്തില്ലെന്നും പറഞ്ഞ് അമ്മ വഴക്ക് പറയും. ഞങ്ങളെ തല്ലും. കഴുകിയിട്ട് വാ. കൈ കഴുകിയിട്ട് വാ. കൈ കഴുകിയിട്ട് വരാനേ. കാരണന്മാർ വരുമ്പോൾ ഇവിടെ വെക്ക്. അമ്മ വഴക്കുണ്ടാക്കും കേട്ടോ. അമ്മ വഴക്കുണ്ടാക്കുമെന്ന് വരുമ്പോൾ കഞ്ഞി കുടിച്ചില്ലെന്നും പറഞ്ഞ്. അമ്മ കിടന്ന് വഴക്കുണ്ടാക്കും. ഞങ്ങളോട് എന്നാ കഞ്ഞി കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഞങ്ങളോടേ ഞങ്ങളോട് അമ്മ വഴക്കുണ്ടാക്കും കഞ്ഞി കുടിക്കാത്തതിനാന്ന് ചോദിച്ചു.
എടുത്ത് കുടിക്ക്. ബാ, കഞ്ഞി എടുത്ത് കുടിക്കാനേ. ഇങ്ങോട്ടെവിടെ പോവാ? അവിടെ ആരും ഇല്ല, ഇവിടെ വന്ന് കഞ്ഞി കുടിക്കേ. അവിടെ ആരുമില്ല, അതല്ലേ പറഞ്ഞേ. ഇങ്ങനെ പോര്, വാ, ഇവിടെ വന്ന് കഞ്ഞി കുടിക്ക്. പള്ളി പോകുന്നുണ്ടോ? എലിക്കുട്ടി പള്ളി പോകുന്നുണ്ടോ? കഞ്ഞി കുടിച്ചിട്ട് പള്ളി ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. അമ്മ പറഞ്ഞിരിക്കുന്നേ. നിങ്ങളൊക്കെ വല്ല മേലെ കച്ചലും പോയി കിടക്കാമോ? മക്കളൊന്നും ശല്യം ചെയ്യാം. ശല്യം ചെയ്യാതിരുന്നാ പറഞ്ഞാൽ പറ്റുമോ? അമ്മ ഞങ്ങളെ പറഞ്ഞിട്ട് പോയതല്ലേ. ഒന്നിനും ആരും എപ്പോഴില്ല. അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ട് പോയിരിക്കുന്നതല്ലേ എലിക്കുട്ടീനെ കഞ്ഞി കുടിപ്പിക്കണമെന്ന്. എലിക്കുട്ടീനെ കഞ്ഞി കുടിപ്പിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ട് പോയതാ. അല്ല, അമ്മ ഞങ്ങളെ തല്ലിയല്ലേ വരുമ്പോൾ? ഒരാളും കഞ്ഞി കുടിക്കാൻ എല്ലാം ചോദിക്കാനും വരികയല്ല. ആര് പറഞ്ഞു? അമ്മ വരുമ്പോൾ ചോദിക്കും. വരികയല്ല. അമ്മ വരുമ്പോൾ ചോദിക്കുന്നേ ഞങ്ങളോട്. ജനലെ അടച്ചിട്ടും പോവുക. അമ്മ വരുമ്പോൾ ചോദിക്കും, എലിക്കുട്ടി എന്നാ കഞ്ഞി കുടിക്കാൻ, എലിക്കുട്ടിക്ക് എന്നാ കഞ്ഞി കൊടുക്കാൻ ഞാൻ. നിങ്ങൾക്ക് വേണം കഴിച്ചോ, വേണ്ടെങ്കിൽ എടുത്ത് വെച്ച് മൂടും. ഞങ്ങൾ കഴിച്ചതാന്നേ. ഞങ്ങൾ കഴിച്ചതാ. ബാ, ഇങ്ങോട്ട് ബാ. വീടുവഴിയൊന്നും ഒരു ആളും ഇല്ല. വീട് വഴി അവർക്ക് ജോലിക്ക് പോകണ്ടേ? ഒറ്റ മനുഷ്യർ. അവർക്ക് ആളുണ്ട് അവിടെ. അവർ ജോലിക്ക് പോകാനായിട്ട് റെഡിയാവുക. എത്ര മണിക്കൂർ ഇവിടെ താമസിച്ചു? എന്നിട്ട് അവിടെ ഒരൊറ്റയല്ലേ? എവിടെ? ആ വീട്ടിൽ. ആ വീട്ടിൽ എന്നാലും താമസിച്ചോ? എപ്പം? എപ്പോഴാ? ആ, അത് താമസിച്ചവർക്കറിയാം. അത് അവിടെ താമസിക്കുന്നവർക്കല്ലേ എടുത്തുള്ളൂ, നമുക്ക് എടുത്തില്ല. ബാ, കിടക്കാനൊന്നും സമയമായില്ല. ഇപ്പോൾ രാവിലെ നേരം പെടുത്തേ ഉള്ളൂ. കഞ്ഞി കുടിക്കുന്ന സമയമാണ്. രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയം. കാപ്പിക്കുടി സമയം. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? എലിക്കുട്ടിക്ക് അമ്മ കഞ്ഞി എടുത്ത് വെച്ചിരുന്നാ. കറി എടുത്തോണ്ട് പോകാത്തോ? കഞ്ഞി കൊണ്ടുപോയിട്ട് കറി എടുത്തോണ്ട് പോകത്തേനാ? വേണ്ടാഞ്ഞിട്ടാണോ? അമ്മ പറഞ്ഞിരിക്കുന്ന കഞ്ഞി കുടിക്കണമെന്നാ. അമ്മ പറഞ്ഞ എലിക്കുട്ടിക്ക് കഞ്ഞി കുടിപ്പിക്കണം, എന്നിട്ട് അങ്ങ് കൊണ്ടുവന്നാന്നാ. പിന്നെ ആരാ നോക്കണേ? ആരാ പിന്നെ നോക്കുന്നേ? ഏതൊക്കെയാലും ഞാൻ കഞ്ഞി ഒന്നും കൂടെ എടുത്ത് ഇവിടെ കൊണ്ട വെക്കുവാണ്. അടുത്ത മൂഡ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അടുത്ത മൂഡിന് കഴിക്കില്ലെന്നൊന്ന് നോക്കാം. മൂടിയ പൊടി തന്നെ കൊണ്ട് വെക്കാം. ജോമോട് കൂടി ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണിത്. രാവിലെ നോക്കിയിട്ട് കണ്ടില്ല. അമ്മ ഒരു വഴക്ക് പറയുന്നേ ഞങ്ങളെ. എലിക്കുട്ടി എന്നെ കഞ്ഞി കുടിക്കാന്ന് ഞാൻ ചോദിച്ചു. കഞ്ഞി കൊടുക്കാൻ ഞാൻ ചോദിച്ചു. വീട്ടിൽ പോകണ്ടേ? നിങ്ങളൊക്കെ പോയി കേട്ടോ, ഞാൻ കിടക്കാൻ പോകും. എപ്പോഴെപ്പോഴും കിടക്കണേ. എപ്പോൾ കിടന്നു? രാത്രി ഉറക്കം കളിക്കുന്നതായിരുന്നു. രാത്രിയോ? അത് പകലല്ലേ? പണിയെടുക്കുന്ന ഒരാളെ അങ്ങനെയാണ്. ഇത് പകലല്ലേ? ഇതിനെ മൂടി വെച്ചേക്കണം. ഇത് മൂടി വെച്ചിരിക്കുന്ന കഞ്ഞി എലിക്കുട്ടിക്കുള്ള കഞ്ഞിയാ. അമ്മ മൂടി വെച്ചതാ. അമ്മ മൂടി വെച്ചിട്ട് പോയതാ. അമ്മയോ? ആ, അമ്മ എപ്പം പള്ളിയിൽ പോയപ്പോഴോ? ആ, പള്ളിയിൽ പോയപ്പോൾ എലിക്കുട്ടി ഏറ്റില്ലായിരുന്നല്ലോ. എന്നാലും എടുത്തു വെച്ചാ ഇത്? അല്ല, ഇച്ചിരി നേരമേ ആയുള്ളൂ. ഇപ്പോഴാണ് പള്ളിയിലോട്ട് പോയേ. എലിക്കുട്ടി അന്നേരം വെയിറ്റില്ലായിരുന്നു. ഏൽപ്പിക്കണ്ട, ഏറ്റു വരുമ്പോൾ കൊടുത്തേക്കാൻ പറഞ്ഞ് അമ്മ എടുത്തു വെച്ചിട്ട് പോയതാ. എന്നാ കഴിച്ചോ, കൈ കിട്ടുമെന്ന് കഴിച്ചോ. വലുത് തേച്ചല്ലേ? എനിക്ക് വേണ്ട. അപ്പം അമ്മ വഴക്ക് പറയല്ലേ? കഴിച്ചാൽ എനിക്ക് വയറ്റിലില്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടാവും.
അമ്മേ ഈ സമയത്തൊന്നും ഞാൻ തീറ്റ കൂടി. അമ്മ വന്ന് വഴക്കുണ്ടാക്കും. ഞാൻ അതിനൊരു സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ. അപ്പം അമ്മ വന്ന് വഴക്ക് പറയാലേ? വീട്ടിലായാലും കൊള്ളാം, പുറത്തായാലും കൊള്ളാം. അമ്മ വരുമ്പോൾ വഴക്കുണ്ടാക്കുമല്ലോ. ഞാൻ കിടക്കാൻ പോകും. കൊടുത്തില്ലെന്നും പറഞ്ഞേ എന്നാ ചെയ്യണേ? അമ്മ ഒന്ന് വഴക്കുണ്ടാക്കുമല്ലോ. നിങ്ങൾക്കൊക്കെ വേണേൽ കഴിക്കാൻ, അല്ലെങ്കിൽ എടുത്ത് വെച്ച് മൂടെ. ഞങ്ങൾക്ക് കഴിക്കാനല്ല, എലിക്കുഞ്ഞിന് കഴിക്കാൻ വേണ്ടിയാ. എൻ്റെ എലിക്കുഞ്ഞിന് കൊടുത്തേക്കാണെന്ന് പറഞ്ഞ് അമ്മ എടുത്ത് വെച്ചേക്ക് പോയേക്കുന്ന. എന്നിട്ട് വീട്ടിലോട്ട് കൊണ്ടുചെല്ലണമെന്ന്. നേരം മുടക്കം വെച്ച് വീട്ടിലോട്ട് പോയാ നേരെ ഇപ്പോൾ വെളുത്തു. ഇപ്പോൾ കണ്ടില്ലേ, നേരെ വെളുത്ത് വണ്ടിയൊക്കെ പോകണം കണ്ടില്ലേ? ഉച്ച കഴിയുമ്പോൾ വണ്ടി വരും വീട്ടിൽ പോകാനുള്ള. വണ്ടിയോ? ആ, അവിടുന്ന് ഓട്ടോ വരും. വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ എലിക്കുട്ടിക്ക്? വീട്ടിൽ പോകാൻ നടന്നങ്ങ പോകണം. നടക്കാനൊന്നും പറ്റിയില്ലേ ഇപ്പം? നടന്നു ചെല്ലണ്ട വണ്ടി. വണ്ടി പറഞ്ഞ് വിട്ടേക്കാന്നാ പറഞ്ഞേ. ബാ ഏറ്റവും ഒന്ന് കഴിക്കേ, എന്നിട്ട് പോകണ്ടേ? വണ്ടി വരും ഇപ്പം. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, എനിക്ക് വേണ്ട. ഞങ്ങൾ ചെയ്യാനല്ല, എന്നാ കഴിക്കാതേടാ പോണേ. ഞാൻ കൃത്യമായ സമയത്ത് മാത്രമേ ഭക്ഷണം കഴിക്കൂ. തോന്നുമ്പോൾ കഴിച്ചാൽ പിന്നെ എനിക്ക് പിന്നെ വിഷമാണെന്ന് പറഞ്ഞിട്ട് ചത്തിലും വയറ്റിന്ന് ഉണ്ട് കയറി വരും, ഇതൊക്കെ ചെയ്യും. അമ്മ പറഞ്ഞ് 9 മണിയാകുമ്പോൾ കൊടുക്കാനാണല്ലോ പറഞ്ഞത്. പലഹാരമായാലും കൊള്ളാം, ഈനായാലും കൊള്ളാം, ഇറച്ചിയായാലും കൊള്ളാം, ഒന്നും കണക്കാനല്ലാതെ ഞാൻ കഴിക്കുക. കണക്കിന് 9 മണിക്ക് കഴിക്കണമെന്നാ പറഞ്ഞത്. അതിനെ അമ്മ എടുത്ത് വെച്ചിട്ട് പോയേ. ഞാൻ വാതിലൊക്കെ അടച്ചാൽ പോയി കടാ. എന്ത് കിടക്കണേ? എന്തിനാ? എനിക്കൊന്ന് കിടന്ന് പതുക്കെ ഒന്ന് വായിക്കാൻ നേരം മുടക്കുമ്പോഴേ ഏറ്റവും വീട്ടോട്ടും പോകണം. ഇപ്പോഴാണ് യോമാൻ ഇവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങോട്ട് വന്നേ ഞാനിവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അത് എന്നെ കാണാൻ കാരണം വന്നില്ല. യോമാൻ ഇപ്പോൾ വരും, കൊണ്ടുപോകാൻ കഞ്ഞി കുടിക്കാനാ പറഞ്ഞേ. യോമാൻ ഇപ്പോൾ കൊണ്ടുപോകാൻ വരുമെന്നാ പറഞ്ഞേ. യോമാൻ ഇപ്പോഴെ കൊണ്ടുപോകാൻ വരുമെന്നാ പറഞ്ഞേ. ഓഫീസിലോ? കൊണ്ടുപോകാൻ വരുമെന്ന് വീട്ടിലോട്ട്. വീട്ടിലോട്ടേ കൊണ്ടുപോകാൻ ജോമാൻ ഇപ്പോൾ വരുമെന്നാ പറഞ്ഞേ, വണ്ടിയായിട്ട്. വണ്ടിയായിട്ട്. കൊണ്ടുപോകാൻ അമ്മേനെ കൊണ്ടുപോകാൻ, എലിക്കുട്ടിനെ കൊണ്ടുപോകാനേ. അപ്പം അത് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണേ ഭക്ഷണം കഴിച്ചാലേ കൊണ്ടുപോകുള്ളൂ. ഭക്ഷണം കഴിച്ചാലേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചാലേ കൊണ്ടുപോകുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വന്ന് ഭക്ഷണം കഴിക്കേ. പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? ഇപ്പോൾ വണ്ടിയായിട്ട് വരുമെന്നാ പറഞ്ഞേ. കിടന്നിട്ടെന്നാ കാര്യം? ആണോ? കഞ്ഞി കുടിക്കാൻ കഞ്ഞി എന്താ കിടക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇപ്പം സന്ധ്യയാണോ? നേരെ അമ്പലത്തല്ലേ ഇരിക്കുന്നത്, സൂര്യൻ ഉദിച്ചിരിക്കുന്ന കണ്ടില്ലേ? ബാ എടാ, വണ്ടി കൊണ്ട് വരുന്നുണ്ട്. ജോമാനേട്ടാ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ജോമാനെ ജോമാനേട്ടാ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. എലിക്കുട്ടിയെ ഒന്നും പറയാൻ അകത്ത് പോയി ഇരിക്കാൻ പുറത്ത് വരുമ്പോൾ മറ്റേത് കേൾക്കും. അപ്പോൾ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടെന്നേ, വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. അലമ്പുണ്ടാക്കേണ്ട കാര്യം. എലിക്കുട്ടിനെ കൊണ്ടുപോകാൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടോ? വന്ന് കഞ്ഞി കുടിക്കാൻ. കഞ്ഞി കുടിക്കാൻ ഞാൻ കിടക്കാൻ പോകും. അവൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ജോമനോടെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ബാ, പോകുന്നില്ലേ? വീട്ടിൽ പോകുന്നില്ലേ? വീട്ടിലേ വീട്ടിൽ പോകുന്നില്ലേന്ന്? വീട്ടിൽ പോകുന്നില്ലേ? വീട്ടിൽ നേരം വെളുത്തു പോകും. നേരം വിളക്കി പിന്നെ നേരം വിളക്കാനൊന്നുമില്ല. വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. കഞ്ഞി കുടിച്ചിട്ടേ കഞ്ഞി കുടിച്ചിട്ടേ വീട്ടിൽ ഇപ്പം പോകാനായിട്ട് അതിനുമാത്രം സമയം വേണം. പിന്നെ എപ്പോഴാണ് പോകുന്നത്? കഞ്ഞി കുടിച്ചിട്ട് വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ജോമാൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. പോകുന്നില്ലേ? ഉച്ചയ്ക്ക് മുമ്പ് ചെല്ലണമെന്നാണ് പറഞ്ഞേക്കണമെന്ന്.
സമാധാനത്തിലൊന്ന് കിടന്നെങ്കിൽ ഒന്നും വൈകാൻ പറ്റുമോ? ആണോ? ഇനി മകനെ നേരെ ആയിട്ട് നടന്നാ ഒന്നും പറ്റിയേ. രാവിലെ 9 മണിയായില്ലേ? ഇപ്പം കഞ്ഞി കുടിക്കേണ്ട സമയമാണ്. ബാ ഏറ്റു വാ. അമ്മ വരുമ്പോൾ വഴക്ക് പറയുന്നേ. അമ്മ ഞങ്ങളോട് വഴക്കുണ്ടാക്കും കഞ്ഞി കൊടുക്കാതെയാണ് എൻ്റെ കൊച്ചിനെ വിട്ടേന്ന് ചോദിച്ച്. അമ്മ ഞങ്ങളോട് വഴക്കുണ്ടാക്കും കഞ്ഞി കൊടുക്കാതെയാണ് എൻ്റെ കൊച്ചിനെ വിട്ടേന്ന് ചോദിച്ച്. വഴക്കുണ്ടാക്കുന്നേ കഞ്ഞി കൊടുത്തില്ലെന്ന് പറഞ്ഞ്. കുടിച്ചില്ലെങ്കിലോ? ആ വഴക്കുണ്ടായിക്കോട്ടെ. വഴക്കൊണ്ട് ഞങ്ങളെ തല്ലിയല്ലേ? ഞാനല്ലേ സഹിക്കണം. ഞങ്ങളെ തല്ലുന്നേ. അമ്മ ഞങ്ങോട്ട് തല്ലും. അതിന് തന്നെ ആരാ പറയുന്ന ഉത്തരം? അമ്മ പറയണ്ടത് അമ്മ പറഞ്ഞോളൂ. ആ ഞങ്ങളെ തല്ലും. നിങ്ങളതൊന്നും അറിയണ്ട. ഞങ്ങളെ തല്ലുന്നേ കഞ്ഞി കൊടുക്കാത്തതിനാന്ന് ചോദിച്ചു. ഇനിയിപ്പോ കിടക്കോ ഇരിക്കോ എന്തെങ്കിലും ചെയ്യും. വാതിലും അടച്ചത് ഞാൻ ഒന്ന് കിടക്കാൻ പോകും. അപ്പം അമ്മയോട് എന്നാ പറയണേ? അമ്മയോട് എന്നാ പറയണ്ടേ? എലിക്കുട്ടി കഞ്ഞി കുടിക്കുകയായിരുന്നോ? അമ്മയോട് എന്നതാ പറയണ്ടേ? എലിക്കുട്ടി കഞ്ഞി കുടിക്കുകയായിരുന്നോ? അമ്മയോട് എന്നാ പറയണ്ടേ? എന്ത്? എലിക്കുട്ടി കഞ്ഞി കുടിക്കുകയായിരുന്നാണോ പറയണ്ടേ? കഞ്ഞി കുടിച്ചില്ലെന്നോ? ആ പറഞ്ഞിട്ട് എന്നാ കാര്യം? പിന്നെ അമ്മ ചോദിക്കല്ലേ? കൊണ്ടല്ലേ ഒന്നും ചെയ്യാനില്ലേ? എനിക്കൊന്നും വേണ്ട. എലിക്കുട്ടി കഞ്ഞി കൊടുക്കാത്തതിന് അമ്മ വഴക്കുണ്ടാക്കുമ്പോൾ ഞങ്ങളെന്നാ പറയണേ? നിങ്ങളപ്പോൾ എന്നാ പറയും? ആവിയൊന്നുമില്ല. രാവിലെ നേരം വെളുത്തുള്ളൂ വെച്ചു. നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഇപ്പോൾ രാവിലത്തെ കാപ്പി കുടി യോമളെ കാണാത്തതുകൊണ്ട് കുടിക്കുന്ന സമയമില്ല കേട്ടോ. അപ്പോൾ 9 മണിക്ക് ആയപ്പോൾ ഞാൻ വലുതാക്കാൻ കൊടുത്തതാണ്. അപ്പോൾ 9:30 സമയം. ഇല്ല മൂടി വെച്ചിരിക്കുന്നത്. പല നമ്പറുകൾ ഇറക്കിയിട്ടും കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ തൽക്കാലം ഇത് അകത്തേക്ക് കൊണ്ട് വെക്കുകയാണ്. വാതിൽ മൊത്തം അടച്ച് ഫുള്ളായിട്ട് അടച്ചിട്ടു. കഞ്ഞി കുടിക്കാൻ വരുന്നില്ലേ? എലിക്കുട്ടി സാധനങ്ങളെല്ലാം ഞാൻ പിന്നെ ഇനി അടുക്കളയിലോട്ടുണ്ട്. അവിടെ ഡേ ഓഫ് ലൈഫ് ഫുള്ള് ചെയ്യണമെന്നോർത്താണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ഫുള്ള് ചെയ്യാനായിട്ടുള്ള സമയങ്ങൾ ഒത്തിരി എടുക്കും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഈ ഒരു പാർട്ട് മാത്രം ഇടുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തെയാണ്. ജോമോളില്ലാത്ത ഒരു ദിവസത്തെ കാഴ്ചയാണ്. ഇനിയിപ്പോൾ ജോമോളുള്ള ഒരു ദിവസത്തെ ഡേ ഓഫ് ലൈഫ് ഫുള്ളായിട്ടുള്ള നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ എല്ലാ ദിവസവും ഒരേപോലെയല്ല, വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോകൾ വീട്ടിലകത്തുള്ള വീഡിയോകളാണെന്ന് പറഞ്ഞ് കാണാതിരിക്കുന്നവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം അമ്മയുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഓരോ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് പലരും ഈ വീടിനകത്തുള്ള വീഡിയോകളൊക്കെ കണ്ടുപിടുത്തെന്നും പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല വീഡിയോകൾ ഒത്തിരി ഉണ്ട്. അങ്ങനെയുള്ള വീഡിയോകൾ അത് ഒത്തിരി പേര് ഒഴിവാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ഈ അകത്തുള്ള വീഡിയോകളാണ് നമുക്ക് കൂടുതൽ അവസരം നൽകുന്നത്. അതുകൊണ്ട് ഏതൊക്കെയും ഞാൻ സാധനം എല്ലാം കൊണ്ട് കെട്ടി ഫുള്ളായിട്ട് വാതിൽ അടച്ചു പൂട്ടി കിടക്കുകയാണ്. ചുമ്മാ കിടക്കുവാണ്. ഈ ആളെ കാണാത്തതിൻ്റെ ഒരു ഇത് കിടക്കുന്നതാണ്. ഒരിക്കലേറ്റ് വരട്ടെ, അന്നേരം കൊടുക്കാം.